ഗുഡ് ഈവനിംഗ് ട്രേഡേഴ്സ്, ഗുഡ് ഈവനിംഗ് ഇൻവെസ്റ്റേഴ്സ്. സിയാദ് ഇലിക്കൽ എല്ലാ ദിവസവും വൈകിട്ടുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. നിഫ്റ്റി ഇന്നത്തെ ഇൻട്രാഡേ ലോയിൽ നിന്ന് വളരെ ശക്തമായിട്ടുള്ളൊരു റിക്കവറി നടത്തി എന്നുള്ളതാണ് എൻ്റെ പക്ഷം. കാര്യം നിഫ്റ്റി 30 പോയിന്റിൻ്റെ ഇടിവ് രേഖപ്പെടുത്തി. പക്ഷേ ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ 250 പോയിന്റിൻ്റെ ഒരു റാലി. എസ്പെഷ്യലി ഈ PSU ബാങ്കിങ് കമ്പനീസ്, SBI, കാനറ പോലെയുള്ള ബാങ്കിങ് കമ്പനീസ് ശക്തമായിട്ടുള്ളൊരു ചെറുത്തുനിൽപ്പ് നടത്തി. മറ്റുള്ള IT, വിസ പ്രശ്നങ്ങളെല്ലാം തന്നെ നിലനിൽക്കുമ്പോൾ തന്നെ ഇൻഫോസിസ് ഇന്നലെ US മാർക്കറ്റിൽ പോസിറ്റീവിൽ ക്ലോസ് ചെയ്ത കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ഇന്ന് രാവിലെ പ്രീ മാർക്കറ്റിൽ. അതുകൊണ്ട് തന്നെ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിലും അത് പോസിറ്റീവായിട്ട് തന്നെ റിയാക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യവും ഒരു പഠനവും അത് എല്ലാത്തിനും അതിൻ്റെ ഒരുതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ADR സ്റ്റോക്ക് നോക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്, US ഫ്യൂച്ചർ നോക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്, അതുപോലെ തന്നെ US ടെക്നോളജി സ്റ്റോക്ക് നോക്കുന്നതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. എല്ലാത്തിൻ്റെയും സമ്മിശ്രമായിട്ടുള്ള ഒരു പ്രതികരണമാണ് മാർക്കറ്റ്. ഇന്നത്തെ ടോപ്പ് ലൂസേഴ്സ് നമുക്ക് നോക്കുന്നതിന് മുമ്പ് നിഫ്റ്റിയുടെ ചാർട്ട്. നിഫ്റ്റി ഓപ്പൺ ചെയ്തു, ശക്തമായിട്ടൊരു ഫോള് 25,100 സപ്പോർട്ട് എടുത്തു, ശക്തമായിട്ടൊരു റാലി, വി ഷേപ്പ് റിക്കവറി കണ്ടു. അതിനുശേഷം 25,250 ഹൈ ടെസ്റ്റ് ചെയ്തു, ഇന്നത്തെ ഓപ്പണിംഗ് ഹൈ. പിന്നീട് നിഫ്റ്റി സ്ലൈറ്റ്ലി ഒന്ന് ഫോൾ രേഖപ്പെടുത്തി. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിലും ആ ഒരു പോസിറ്റിവിറ്റി കാണുന്നുണ്ട്. ഏറ്റവും ടോപ്പിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഏറ്റവും ടോപ്പിൽ നിന്ന് ആദ്യം മൂന്നാമത് നോക്കുകയാണെങ്കിൽ ഗോൾഡ് അതിശക്തം ബഹുദൂരം $33 റാലി രേഖപ്പെടുത്തി. $3,780 ഗ്ലോബൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത്. കൂടാതെ ഓസ്ട്രേലിയ പോസിറ്റീവായിരുന്നു, കൊറിയ പോസിറ്റീവായിരുന്നു, നിക്കി ജപ്പാൻ മാർക്കറ്റ് 400 പോയിന്റ് റാലി, ഡോ ഫ്യൂച്ചർ പോസിറ്റീവാണ്, ഇന്ത്യ വിക്സ് സ്പൈക്ക് ചെയ്തിട്ടില്ല, ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകൾ ഏറ്റവും താഴെ ട്രേഡ് ചെയ്യുന്നത് പോസിറ്റീവായിട്ട് തന്നെ നിലകൊള്ളുന്നുണ്ട്. ഇനി മാർക്കറ്റിലേക്കുള്ള മറ്റുള്ള ഘടകങ്ങളിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ ബാങ്കിങ് സ്റ്റോക്കുകളാണ് ഇന്ന് ശക്തമായിട്ടുള്ള രീതിയിൽ ഈ ഒരു റിക്കവറിക്ക് സാക്ഷ്യം വഹിച്ചത്. മെറ്റൽ സ്റ്റോക്കുകളും ബൈയും കണ്ടു. ഇൻ്റർനാഷണലി നോക്കുകയാണെങ്കിൽ ഈ മെറ്റലിനെല്ലാം തന്നെ പ്രൈസ് ഒന്ന് കൂൾ ഡൗൺ ചെയ്ത് കാണാൻ സാധിക്കും. IT സ്റ്റോക്കിൽ ടെക്കമ്മും കോഫോർജും എംഫസിസും പോലെയുള്ള കമ്പനീസ് ഇടിവ് തുടർന്നു. ഇൻഫോസിസ് പോസിറ്റീവായിരുന്നു, ഡിസ്കസ് ചെയ്താണ്. അദാനി സ്റ്റോക്കുകളും ഒരു സെല്ലിംഗ് പ്രഷർ കണ്ടു. ഇന്നലെ അദാനി സ്റ്റോക്കുകളായിരുന്നു ശക്തമായ റാലി. ഇന്ന് അദാനി ടോട്ടൽ ഗ്യാസ് എല്ലാം തന്നെ ഏകദേശം 5% അടുത്ത് ഫോളി രേഖപ്പെടുത്തി. ഇമാക്കി ഗ്ലോബൽ ഫിനാൻസ് കമ്പനി രാവിലെ പ്രീ മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്ത കാര്യമായിരുന്നു. ഇന്ന് 20% UC പോയി. ഓട്ടോ കമ്പനീസും ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. നവരാത്രിയുടെ ആദ്യ ദിവസമാണ് ഇന്ന്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പോസിറ്റിവിറ്റി കണ്ടു. KC ഇൻ്റർനാഷണൽ അവർക്കൊരു UAE നിന്ന് ഓർഡർ കിട്ടിയ ന്യൂസ് നമ്മൾ പ്രീ മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്തിരുന്നു, പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഇനി ഇത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റിൽ മ്യൂച്വൽ ഫണ്ട് AUM കഴിഞ്ഞ മാസം 16% ഒരു വർധനവ്. ഇന്ത്യയുടെ ഗ്രോത്ത് ഫോർകാസ്റ്റ് എല്ലാം തന്നെ S&P 6.5 നിലനിർത്തി എന്നുള്ളതും പോസിറ്റീവായിട്ട് കാണാനായിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ട്. ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഒരു റിക്കവറിക്ക് കാരണം അതാണ്. ട്രേഡ് ഡീലുകളെല്ലാം തന്നെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അതിനിടക്ക് ട്രംപ് ഈ വിസ നിയന്ത്രണത്തിൻ്റെ ഭാഗമായിട്ട് IT കമ്പനീസ് ഇന്നലെ സെല്ലിംഗ് പ്രഷർ കണ്ടു. അപ്പോൾ ഒട്ടനവധി ന്യൂസുകളിലൂടെയാണ് മാർക്കറ്റ് കടന്നു പോകുന്നത്. പക്ഷേ കാലാകാലങ്ങളായിട്ട് ഈ ദീപാവലി ദിവസങ്ങളിൽ നമുക്ക് മുഹൂർത്ത ട്രേഡിംഗ് ഉണ്ട്. ദീപാവലി ദിവസമൊക്കെ നിക്ഷേപകരെ സംബന്ധിച്ച് നിക്ഷേപം തുടങ്ങുന്ന ദിവസമാണ് മുഹൂർത്ത ട്രേഡിങ്. അപ്പോൾ ദീപാവലിയോടനുബന്ധിച്ച് മാർക്കറ്റ് പതിയെ ഒരു ബൈയിങ് പ്രഷർ കാണാറുണ്ട്. കാരണം ഓട്ടോ സെയിൽസ് റിപ്പോർട്ട് വർദ്ധിക്കും, ആളുകൾ കൂടുതൽ ബൈയിങ് കമ്മ്യൂണിറ്റിയിൽ തന്നെ കൂടുതൽ ബൈ ചെയ്യാനായിട്ട് വാഹനങ്ങൾ ബൈ ചെയ്യും, ടെക്സ്റ്റൈൽസ് അല്ലെങ്കിൽ ജ്വല്ലേഴ്സ്, പെയിൻറ്റ്, വീട് മോടി പിടിപ്പിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ടാവണം എല്ലാ കാലങ്ങളിലായിട്ട് ഈ ദീപാവലിയുടെ അനുബന്ധിച്ച് മാർക്കറ്റ് ഒന്ന് പതിയെ മുകളിലേക്ക് പോകാറുണ്ട്. ഈ തവണ ഇത്തരം നെഗറ്റിവിറ്റി ഉണ്ടായിട്ട് പോലും നമുക്ക് 25,000 ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത് തന്നെ വളരെ പോസിറ്റീവായിട്ട് കാണാൻ സാധിക്കും. സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ആദ്യം ഐഡിയയുടെ ന്യൂസാണ്. ഐഡിയനെ ഒരു അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് സിറ്റി ഗ്രൂപ്പ്. ഐഡിയ സ്റ്റോക്കിനെ അപ്ഗ്രേഡ് ചെയ്തു. HCL ടെക് കമ്പനി, IT കമ്പനിയാണ്. ഇവർക്ക് മൾട്ടി ഇയർ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഡീല് ഓർഡർ സ്വീഡിഷിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. നമ്മുടെ ചാനൽ നിങ്ങളെല്ലാ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ എന്നും പറയാറില്ല, നിങ്ങളുടെ ഉത്തരവാദിത്വം എന്നുള്ള രീതിയിൽ എല്ലാവർക്കും ഷെയർ ചെയ്യാം. ദിലീപ് ബിൽഡ്കോൺ കമ്പനി 1,115 കോടി രൂപയുടെ ഓർഡർ കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. മിൻഡകോർപ്പ് കമ്പനി ഇവരുടെ റവന്യൂ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള റവന്യൂ അപ്ഗ്രേഡ് ചെയ്തു. പ്ലാറ്റിനം ഇൻഡസ്ട്രീസ് കമ്പനി ഇവർക്ക് പുതിയ R&D പ്രൊജക്റ്റിൻ്റെ അപ്രൂവൽ മിനിസ്ട്രി ഓഫ് സയൻസ് നിന്ന് ലഭിച്ചു. പ്രിസം ജോൺസൺ കമ്പനി പുതിയ ഓർഡർ ലഭിച്ചു. ഇന്ത്യൻ ഹോട്ടൽ കമ്പനി
എലക്ട്രോ വാട്ടറിൽ 100 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. KNR കൺസ്ട്രക്ഷൻ കമ്പനി 459 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. റെമിസൺ ഇൻഡസ്ട്രീസ് കമ്പനി ഇവരുടെ മാനുഫാക്ചറിങ് ഫെസിലിറ്റി പ്രൊഡക്ഷൻ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നു എന്നുള്ള ന്യൂസ്. കൊച്ചിൻ ഷിപ്പ് യാർഡ് 2 ന്യൂസാണ് ഉള്ളത്. ഒന്ന്, കൊറിയൻ ബേസ്ഡ് ആയിട്ടുള്ള HD കൊറിയ ഷിപ്പിംഗ് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് പുതിയ ഓർഡർ ലഭിച്ചു. രണ്ടാമത് 12,000 മെട്രിക് ടൺ ആനുവൽ കപ്പാസിറ്റിയുള്ള പുതിയ ഫാബ്രിക്കേഷൻ ഫെസിലിറ്റി കമ്പനി 370 കോടി രൂപ മുടക്കി കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്തു. പൈസാലോ കമ്പനി ക്വിൽ ബെറട്ട് വെഞ്ചർ എന്ന് പറഞ്ഞ കമ്പനി പൈസാലോയിൽ 39 ലാക്ക് ഷെയർ അക്യൂർ ചെയ്തു. HCC കമ്പനി 2,566 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ഒല കമ്പനി EV ബൈക്കുകളിലെല്ലാം തന്നെ പ്രൈസ് ഡിസ്കൗണ്ട് കമ്പനി അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഹീറോ മോട്ടോകോർപ്പ് ഇവർ 120 cc ഡെസ്റ്റിനി സ്കൂട്ടർ ഇവർ ലോഞ്ച് ചെയ്തു. ഈസി ട്രിപ്പ് ഇവർ ദസറ സെയിൽസ് ടൂറിസ്റ്റ് സെയിൽസ് ഇവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ടാറ്റ മോട്ടോഴ്സ് എല്ലാം തന്നെ 1000 ഡെലിവറി ഇതിനോടകം തന്നെ ഈ ഒരു ദീപാവലി ഡെലിവറി അവർ ചെയ്തു. കൂടാതെ തന്നെ 25,000 ബുക്കിംഗ് അല്ല എൻക്വയറി കമ്പനിക്ക് ലഭിച്ചു. മസഗോൺ ഡോഗ് ഷിപ്പ് ബിൽഡേഴ്സ് കമ്പനി ഇവർ തമിഴ്നാട്ടിൽ പുതിയ ഇവരുടെ ഷിപ്പ് യാർഡ് ചെയ്യാനായിട്ട് മസഡോണും തമിഴ്നാട് സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിൽ ധാരണയായിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ന്യൂസുകൾ. അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് വൈകിട്ട് പോസ്റ്റ് മാർക്കറ്റ് ഉണ്ട്, രാവിലെ പ്രീ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ മാർക്കറ്റിനെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യണം, നമ്മൾ അനലൈസ് ചെയ്യണം. അപ്പോൾ 2 മാർഗ്ഗമാണുള്ളത്. ഒന്നില്ലെങ്കിൽ നിങ്ങൾ അത് കളക്ട് ചെയ്യുക, പല വെബ്സൈറ്റ് വഴി കളക്ട് ചെയ്യുക. അല്ലതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ന്യൂസ് ചാനൽ കാണാൻ ശ്രമിക്കുക. നമ്മളുടെ ചാനൽ മാത്രം കാണാമെന്ന് പറയുന്നില്ല, നിങ്ങൾക്ക് ഉപകാരമുള്ള ഏത് ചാനലാണോ അത് കാണാൻ ശ്രമിക്കുക. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. താങ്ക് യു ഓൾ.